ടി വി പ്രസാദ് വിവാദ വിഷയമായ സ്വർണ്ണക്കൊള്ളയടക്കം ചർച്ചയ്ക്ക് എത്തുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശനും സാമുദായിക വോട്ട് ധ്രുവീകരണവും എല്ലാം ഈ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ വിഷയങ്ങളായി മാറുമെന്ന സംശയമില്ല. അതേസമയം സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം യുവതികൾക്ക് കൊടുക്കുന്ന പെൻഷൻ അടക്കം ഈ മാസം മുതൽ അവർക്ക് പൂർണ്ണമായിട്ടും കിട്ടിത്തുടങ്ങും. കുടിശ്ശികയില്ലാതെ മുഴുവൻ പെൻഷനും കൊടുത്ത് സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. റോഡിന്റെ നേട്ടങ്ങളുണ്ട്, പശ്ചാത്തല വികസനത്തിന്റെ നേട്ടങ്ങളുണ്ട്. ഇതൊക്കെ സർക്കാരിന് പറയാൻ ഒരു ഭാഗമുണ്ട്. മറുഭാഗത്ത് ഒരുപാട് വിഷയങ്ങൾ സർക്കാരിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തിന്റെ കയ്യിലുമുണ്ട്. ഇനി 100 ദിവസത്തിൽ താഴെ മാത്രമുള്ള ഈ പടയൊരുക്കത്തിൽ ഏതൊക്കെ വിവാദ വിഷയങ്ങളാവും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക? ടി വി പ്രസാദ്. അരുൺ, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അതായത് അടുത്ത മാസം അവസാനം ഏത് നിമിഷവും വേണമെങ്കിൽ പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്നുള്ളതാണ്. 2021 ഈ പറയുന്നത് പോലെ ഒറ്റഘട്ടമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഏപ്രിൽ 6 തെരഞ്ഞെടുപ്പ്, മെയ് 2 വോട്ടെണ്ണൽ. മറ്റ് സംസ്ഥാനങ്ങളിലേതെല്ലാം കഴിഞ്ഞു വന്നതുകൊണ്ടാണ് വോട്ടെണ്ണാൻ അത്ര വൈകിക്കൊണ്ടുള്ള ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായി ഉണ്ടായത്. ഇത്തവണയും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അരുണ് പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ചൂട് പിടിച്ച ചർച്ചയിലേക്ക് കടന്നു കഴിഞ്ഞു ഇതിനകം തന്നെ. അതിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇലക്ഷൻ ചൂടിലാണ് കേരളം എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പുനർജനിയുമായി ബന്ധപ്പെട്ട വാർത്ത. മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വലിയ രീതിയിൽ കത്തിപ്പടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശന്റെ വിവാദങ്ങളും കത്തുന്നുണ്ട്. വിവിധ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള വലിയ നീക്കം സർക്കാരിന്റെ ഭാഗമായും നടക്കുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയതൊഴിച്ചു കഴിഞ്ഞാൽ വലിയ മുന്നേറ്റമൊന്നും BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പിടിച്ചത് അത് വലിയ നേട്ടമായി BJPയുടെ മുന്നിലുണ്ട്. BJPക്ക് എത്ര കിട്ടും? കോൺഗ്രസ് തിരിച്ചു വരുമോ? CPIM-ന് നിലനിർത്താൻ കഴിയുമോ? ആവേശം തന്നെയാണ് പോരാട്ടം. ചർച്ചകൾ കൊടുമ്പിരിക്കൊള്ളും. നേരത്തെ റോഷി പറഞ്ഞതുപോലെ അരുൺ, ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. CPIM-ന് ഇത് ജീവൻ മരണ പോരാട്ടമാകുന്നത് മൂന്നാമതൊരു ടേം കൂടി വരിക എന്നുള്ളത് അത് ചരിത്ര മുഹൂർത്തമാകും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നഷ്ടപ്പെട്ടാൽ രാജ്യത്ത് ഒരിടത്തും അധികാരത്തിൽ ഇല്ലാത്ത CPIM നേതൃത്വം നൽകുന്ന പാർട്ടിയായി മാറും എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കേരളത്തിൽ നഷ്ടപ്പെട്ടാൽ പിന്നെ രാജ്യത്ത് എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ CPIM-ന് ജീവൻ മരണ പോരാട്ടമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർ അരയും തലയും മുറുക്കിയാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം അപ്രതീക്ഷിതമായി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ തിരിച്ചടി എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ എന്ത് തന്നെയായാലും തിരിച്ചു വരും. അത്രയേറെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. BJP ആണെങ്കിൽ പറയുന്നത് ഒരുപാട് നേട്ടം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലം തന്നെ BJPക്ക് കിട്ടി. അങ്ങനെ BJPയും UDF-ഉം LDF-ഉം അതിശക്തമായി മുന്നേറി വരുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുക. അരുൺ, വിവാദങ്ങൾ ഒരുപാടുണ്ടാകും. ഇനിയുള്ള 2 മാസം അതേറെ നിർണായകമാണ്. സർക്കാർ ചെയ്യാൻ പറ്റുന്നത് സർക്കാർ ചെയ്യും. കോൺഗ്രസും വിടില്ല, BJPയും നോക്കിയിരിക്കില്ല. അരുൺ, കണ്ടു തന്നെ അറിയണം അരുൺ എന്താണ് സംഭവിക്കുക എന്ന്. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിവാദ വിഷയങ്ങൾ 100 ദിവസത്തെ തെരഞ്ഞെടുപ്പിന്റെ പടയൊരുക്കത്തിൽ പ്രധാനപ്പെട്ട ആയുധമായി മാറും. സഞ്ജു ദേവസ്യ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സഞ്ജു ദേവസ്യ, മധ്യ കേരളം ആർക്കൊപ്പം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞ ചോദ്യം. മലബാർ മേഖലയിലേക്ക് മുസ്ലിം ലീഗിന് അവരുടെ കോട്ടകളൊക്കെ ഒരു പരിധിവരെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിലും എറണാകുളത്ത് ഇപ്പോൾ കോർപ്പറേഷൻ പിടിച്ചതിന്റെ ആവേശത്തിൽ നിൽക്കുന്ന കോൺഗ്രസിന് അതേ പ്രകടനം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. പക്ഷേ തദ്ദേശമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇവിടെയുള്ള MLA-മാർക്കെതിരെ ആന്റി ഇൻകുംബൻസി ഇല്ലെങ്കിൽ അതത്ര എളുപ്പവുമാവില്ല. മധ്യ കേരളം ആർക്കൊപ്പം നിൽക്കും? ക്രിസ്ത്യൻ സമുദായം, കേരള കോൺഗ്രസിന്റെ സാന്നിധ്യം, കൊച്ചിയിലെ കോൺഗ്രസിന്റെ വിജയം, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെ നിർണായക ഘടകങ്ങളാണ്. സജോ. ഡോക്ടർ അരുൺകുമാർ, പല കാരണങ്ങൾ കൊണ്ട് മധ്യ കേരളം വളരെ ശ്രദ്ധേയമാകുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ ആണ്. പല രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും തന്നെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ നിശ്ചയിക്കാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ എല്ലാ വീറും വാശിയും കളത്തിൽ ഇപ്പോഴേ പ്രകടമായി കഴിഞ്ഞു എന്നതാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക്
വലിയ സാന്നിധ്യമുള്ള മേഖലകളാണ്. അവിടെ UDF-ന് തദ്ദേശത്തിലെ അതേ വിജയം തന്നെ ആവർത്തിക്കാൻ കഴിയുമോ? തദ്ദേശത്തിന്റെ അതേ പാറ്റേൺ ആയിരിക്കില്ല നിയമസഭയിൽ എന്ന കാര്യം ഉറപ്പാണ്. ക്രൈസ്തവ വോട്ടുകൾ തിരികെ എത്തിയെന്ന് UDF വിലയിരുത്തി. പക്ഷെ അത് അവിടെ തന്നെ തുടരുമോ? കേരള കോൺഗ്രസ് എന്ത് പ്രകടനമാകും പുറത്തെടുക്കുക? രണ്ട് കേരള കോൺഗ്രസുകൾ പ്രധാനമായും കേരള കോൺഗ്രസ് M അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുമോ എന്നത്, ഒപ്പം അവർക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ? ഈ പറയുന്ന തിരിച്ചടിയിൽ നിന്ന് മുക്തരായി അവർ തിരികെ വരുമോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എറണാകുളത്തടക്കം വലിയ വിജയം കോൺഗ്രസിനെ തേടിയെത്തി. അവർ പറയുന്നു 14 പിടിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ട്. എറണാകുളത്താണ് കോൺഗ്രസിനെ മാത്രം എടുക്കുകയാണെങ്കിൽ, UDF-ൽ നയിക്കുന്ന കോൺഗ്രസിനെ മാത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് എറണാകുളം ജില്ലയിലാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് അതേപടി ആവർത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. വിവിധ വിഭാഗങ്ങൾ, ക്രൈസ്തവ വിഭാഗങ്ങൾ മാത്രമല്ല, NSS ആണെങ്കിലും ഈഴവ വിഭാഗങ്ങളാണെങ്കിലും ഇങ്ങനെ വിവിധ സാമുദായിക വിഭാഗങ്ങളുടെ, സ്വാഭാവികമായും സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു പ്രധാനപ്പെട്ട വാക്കായി ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉയർന്നു വരുന്നുണ്ടല്ലോ. ഈ വിഭാഗങ്ങളുടെയൊക്കെ പിന്തുണ പോയോ തിരിച്ചു വരുമോ എന്നങ്ങനെയുള്ള ചർച്ചകളുണ്ട്. അതുകൊണ്ട് ഈ സാമുദായിക വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് ഷെയർ ഓരോ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം നിലയ്ക്ക് കരഗതമാക്കാൻ കഴിയും എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൽ തന്നെ ക്രൈസ്തവ വോട്ടുകൾ തിരികെ എത്തിയെന്ന് UDF വിലയിരുത്തുന്നു. അത് പക്ഷേ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആധിപത്യമുള്ള സിറ്റിംഗ് സീറ്റുകളുണ്ട്. കോട്ടയം ജില്ലയിലെ സിറ്റിംഗ് സീറ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ കോട്ടയത്തും പത്തനംതിട്ടയിലും സിറ്റിംഗ് സീറ്റുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് നിലനിർത്താൻ കഴിയുമോ? അവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിയും? തുടങ്ങി ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വലിയ രാഷ്ട്രീയ കൗതുകമുണ്ട്. അതിന്റെ എല്ലാ ആശങ്കയും ആകാംക്ഷയും വീറും വാശിയും ഒക്കെ കളത്തിൽ ഇപ്പോഴേ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ.